താനെ താനെ താനാനെ താനെ താനെ താനാനെ താനാനെ താനെ താനാനെ താനാനെ താനെ താനാനെ താനാനെ. നമസ്കാരം, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. വിധി ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ടീം. നിങ്ങളുടെ പേരൊന്ന് പറയാമോ? കൊച്ചിൻ ചക്കിപ്പരുന്ത് ഡിജിറ്റൽ നാടൻ പാട്ട് സംഘം. ഡിജിറ്റൽ അല്ല, നമ്മളിപ്പോ എല്ലാം ഡിജിറ്റൽ വഴിയാണല്ലോ ഗൂഗിൾ പേ പൈസ ഒക്കെ കിട്ടുന്നത്. ഒരു ഡിജിറ്റലും കൂടെ കിടക്കട്ടെ എന്ന് വെച്ചാ. നിങ്ങളുടെ ട്രൂപ്പിലെ മെയിൻ ആളാരാ? പറഞ്ഞു കൊടുക്ക. ഇതാണ് ഞങ്ങളുടെ നാടൻപാട്ട് ഗ്രൂപ്പിലെ മെയിൻ ആശാൻ, തമ്പി ആശാൻ. വെൽക്കം തമ്പി. പരിപാടി കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ആശാൻ തമ്പി. എന്തിനാടാ? അപ്പനില്ലേ തിന്താരോ, അമ്മയില്ലേ തിന്താരോ. മതി മതി. ഞങ്ങൾക്കറിവുമില്ലേ വെളിവുമില്ലേ. വെള്ളിയാഴ്ചയില്ലെന്നൂടെ പറയടാ. അല്ല, എന്ത് പറയാന്ന് ഇവരെയും കൊണ്ട് ഞാൻ പരിപാടിക്ക് പോകുന്നത്. ഒരുത്തന് അച്ഛനില്ലെന്ന് പറയുന്നു, അമ്മയില്ല, ഇവന് വെളിവുമില്ല, വെള്ളിയാഴ്ചയില്ല, വിവരവും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ ഉണ്ടെന്ന് പറയടാ. ആണോ? പിന്നെ ഞങ്ങൾക്കറിവുമുണ്ട് വെളിവുമുണ്ട്. 4,42,00,000 രൂപ അക്കൗണ്ടിലുണ്ട്. ആർക്ക്? അംബാനിക്ക് പിന്നെ കിടക്കണം. 30 രൂപ ആപ്പാട് അക്കൗണ്ടിൽ. അങ്ങനെ വേണം നമ്മൾ പാടാനായിട്ട്. മാഷേ, അതെ, നമ്മുടെ ഫ്ലോറിൽ നിങ്ങൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഡെഡിക്കേഷൻ റൗണ്ട് ആണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇൻട്രൊഡക്ഷൻ കൊടുത്തത്. അല്ലല്ല, അതല്ല സംഭവം എന്നാന്നറിയാമോ? ഞങ്ങൾ കഥനോസം എന്ന് പറയുമ്പോൾ ഭയങ്കര രീതിയിലാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നല്ല കിട്ടുന്ന നാടൻ പാട്ടായിരുന്നു. അപ്പൊ ഇത്തവണ എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഈ സിനിമാ പാട്ടും നാടൻ പാട്ടും കൂടെ ഒന്ന് ലയിപ്പിച്ചുള്ള ഒരു പുതിയ പ്രോഗ്രാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ അത് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റുമോ? പിന്നെ അതിന്റെ അത് നമുക്ക് അതിനൊരു പബ്ലിസിറ്റി തന്നെ. പിന്നെ തീർച്ചയായിട്ടും നാടൻ പാട്ടിനെ പറ്റി 2 വാക്ക് അതെ പറഞ്ഞിട്ടേ പാടുള്ളൂ. പ്രിയമുള്ള കലാസ്നേഹികളെ, നാടൻ പാട്ടിന്റെ ഈരടികൾ നിങ്ങളുടെ മടിശീലകളിൽ നിന്നും തുമ്പുകളിൽ നിന്നും ഉടർത്തെഴുന്നേൽക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ പാടി ഉറക്കുമ്പോൾ നമ്മുടെ മടിശീലയിൽ കിടന്നിറങ്ങിയ മുത്തശ്ശിമാരുടെ നാടൻ പാട്ട് ശൈലികൾ കേട്ടുകൊണ്ട് വളർന്ന കൊച്ചു പൈതങ്ങളുടെ ഹൃദയങ്ങൾ നോക്കി നിങ്ങൾ മാറിപ്പോന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്നെ പറയുന്നേ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. സോറി സോറി. ഞങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. ഞങ്ങളെ മാത്രം ഇഷ്ടപ്പെടലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെ. അമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെ. ആ സ്റ്റെപ്പ് കൊള്ളാട്ടോ. തന്നെയാ തന്നെയാൻ പറഞ്ഞോണ്ട് 6 മിനിറ്റ് ഉള്ളു. അടുത്ത് പ്രിയമുള്ള നാട്ടുകാരെ, ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലെ ഗാനം നാടൻ പാട്ടുകട്ടി ലയിപ്പിക്കുകയാണ്. ട്രെൻഡിങ് ആവും. 1 2 3 തന്നാനെ താനെ താനെ താനേ തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ. உந்தான காயம் என்று நாளை ஆறி போன மாயம் என்ன பொன்மானே பொன்மானே. எந்த காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே. மனிதன் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ തനാന താന താന താനേ. மனிதன் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது புனிதமானது புனிதமானது. தன்னான தான தான தானே തനാന താന താന താനേ. ഞങ്ങളുടെ മഞ്ഞുമ്മൽ ബോയ്സ് ഇരു കൈ നീട്ടി സ്വീകരിച്ച നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ മറ്റൊരു താരാട്ട് പാട്ട് ആണ്. ഒരു മെലഡി ഗാനം. ആറ്റിറമ്പിലാൽ
ചേക്കൊഴിഞ്ഞ കൂട്ടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ ആ ഏ ഓ സൂപ്പർ. ആ ഏ ഓ മോഹമുള്ളു കൊണ്ടു നെഞ്ചിൽ ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കി വച്ചതാരോ ആ ഏ ഓ ആ ഏ ഓ വണ്ടർഫുൾ. ഓഹോ 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 ആഹാ ആശാനെ പരിപാടി കേറുന്നുണ്ട് ബാത്താരി എടുത്താലോ? ഇനിയിപ്പോ ഞാൻ ഹാഫ് സാരി കൊടുത്തിട്ട് പെൺവേഷം കിട്ടാനാ? ബാത്താരി അല്ല, ബാത്താരി ബാത്താരി. ആ ബാത്താരി എടുക്കാം. ആടുജീവിതം എന്ന സിനിമയിലെ ഗാനത്തിനൊപ്പം ഞങ്ങളുടെ ആശാൻ ഒരു ചാറ്റ് പാട്ടുമായി എത്തുകയാണ്. ആടുജീവിതം മിക്സ് സിനിമാ പാട്ട്. പെരിയോനെ റഹ്മാനാ പാടി വന്നല്ലട ഈ പാട്ട് പുള്ളിയിലെ കമ്പോസ് ചെയ്ത്. നമ്മുടെ പാട്ടിലൂടെ രക്ഷപ്പെട്ടാ. അടുത്ത പാട്ട് അടുത്ത പാട്ട് സർവ്വവിഘ്നങ്ങൾക്കും നാഥനായ വിധു പ്രതാപിനെ സ്തുതിച്ചുകൊണ്ട് സൂപ്പിക്കാനോ? അല്ല സ്തുതിച്ചു ആ, അങ്ങനെ പാട്. അടുത്ത ഗാനത്തിന് ശബ്ദം നൽകുന്നു കൊച്ചിൻ ചക്കിപ്പരുന്ത്. ചക്കി പറഞ്ഞത് 3, 4 കേക്കണോ പ്രിയ കൂട്ടരെ ഇത് പാടി തകർത്ത കഥ, വിധു പാടി പാടി തകർത്ത കഥ. കേക്കണോ പ്രിയ കൂട്ടരെ വിധു പാടി തകർത്ത കഥ, വിധു പാടി പാടി തകർത്ത കഥ. പൂരപ്പറമ്പിൽ നിന്നും ഇതു മൈക്കെടുത്ത് ഇങ്ങനെ മനസ്സേ ശുക്രിയ ശുക്രിയ. സൂപ്പർ. ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. യാ, 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 യാ. അല്ല പ്രിയമുള്ള കലാശ്രീകളെ, ഇവിടെ ഇവിടെ ഗാനം. ആശാനെ ആശാൻ ഇവിടെ. സൈഡ് മാറിപ്പോയി. നേരെ നേരെ സെന്റർ ക്യാമറ നേരെ നമ്മളിവിടെ. ആഹാ. അല്ല എന്താ ആശാന്റെ ഉദ്ദേശം എന്താ ഉദ്ദേശം പറ. അല്ല ഞങ്ങളെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കലക്കി. എന്നത്താ എന്താ തരണ്ടേ? ട്രിപ്പ് താ. അല്ല നിങ്ങളൊക്കെ പരിപാടി പിടിക്കുമ്പോ ഞങ്ങളെ കൂടെ ട്രിപ്പിനൊക്കെ കൊണ്ടുപോകാൻ. അതാണ് ഉദ്ദേശം. നമ്മളെ കൂടെ കൊണ്ടുപോകും. അപ്പൊ വിധുവേ ഒരു കാര്യം ചെയ്യും, നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. വെറൈറ്റിയാ. നല്ല variety. അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ആ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ സ്റ്റേജിൽ കലക്കും. കലക്കി. അപ്പൊ ഇവരെയും കൂടെ അങ്ങ് ഉൾപ്പെടുത്തി. ഓർമ്മണോ? ഏറ്റ്. പിന്നെ കൊണ്ടുപോകുന്നു. അടുത്ത ട്രിപ്പിന്. ഏയ്. അപ്പൊ അടുത്ത ട്രിപ്പിന് കാണാം. Bye. ബൈ. അതായിരുന്നു അവരുടെ ട്രിപ്പ്. സൂപ്പർ. ഹലോ. എന്താ ഇത്? ഇതൊരു ഹൈ പ്രൊഫൈലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഓ, ഇവിടെ ഞാൻ ആരാ? പ്രിൻസിപ്പാള്. സാറാരാ? കണക്ക് സാറ്. ആ അത് കണക്കാ, അത് വിട്. സാറേ, സാറിനെ പോലുള്ള അധ്യാപകരെ കണ്ടിട്ടാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു മിനിമം ഒരു മാനേഴ്സ് അഖില് കീപ്പ് ചെയ്യണം. ഫോണിൽ ഒരു മര്യാദയുള്ള റിംഗ് ടോൺ ഇടാനുള്ള അന്തസ് അഖില് കാണിക്കണം. സോറി. ഇന്ന് പ്രവേശനോത്സവത്തിന്റെ ദിവസമാണോ? അറിയാം. പോയി അതിന്റെ കാര്യങ്ങളൊന്ന് ചെയ്യാവോ? ശരി, ചെയ്യാം. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ ഭയങ്കര കഷ്ടം തന്നെയായിരുന്നു. ടീച്ചറിന് പറ്റിയ നല്ല അന്തസ്സുള്ള റിംഗ് ടൂണാ ടീച്ചർ ഇട്ടേക്കുന്നത്. അത് ഹസ്ബൻഡ് വിളിക്കുമ്പോ മാത്രമേ ഉള്ളൂ ഈ റിംഗ് ടോൺ. ബാക്കി എല്ലാരും വിളിക്കുമ്പോ എന്തോന്ന്? ടീച്ചറിന്റെ ഭർത്താവിന്റെ അതാവണ ലക്ഷണമൊക്കെ ഉണ്ട്.
എന്തോ ഈ കാര്യം പറ. പട്ടാപ്പകൽ നമ്മുടെ സ്കൂളിൽ ഒരു മോഷണം. എവിടെ? അവിടെ ഇത്രയും ധൈര്യത്തോടു കൂടി ഒരുത്ത ഇവിടെ കയറി വരണമെങ്കിൽ അതിന് സമ്മതിക്കുന്ന ടീച്ചറിഞ്ഞ് വന്നാണ്. കമ്പട് 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 കമ്പട്. അയ്യോ അതങ്ങനല്ല. പിന്നെ കമ്പെട് കുഴലിടുമാളോരെ ഇനി തണ്ടെട് തടയിടും വീളോരെ. അത് കൊമ്പട് കുഴലിട് മാളോരെ എന്നല്ലേ? ആ താൻ ഇവിടെ കമ്പും കൊമ്പും കൊണ്ടൊക്കെ ഇരുന്നു. അന്നേരത്തേക്ക് കള്ളം പോകും. എന്തെങ്കിലും ഒന്ന് ചെയ്യും. അവിടെ ഒരു കമ്പിരിക്കണ ഇനി എടുത്തോണ്ട് വരായി. ഒരു കമ്പെടുത്തോണ്ട് വാ. എടുത്തു ഇതിന് മണ്ട നോക്കി അടി. അമ്മച്ചി, എന്റെ മണ്ട നോക്കി അടിക്കാനല്ല പറഞ്ഞത്, പിന്നെ കള്ളന്റെ മണ്ട നോക്കി അടി. അയ്യോ ഞാൻ അടിക്കാനാ എനിക്ക് പേടി. അങ്ങോട്ട് പോയി അടി ടീച്ചറെ. അടി. അടി. ഇതിലേതാ തല? ഇതെന്താ ഇരുതല മൂരിയ? അതാ തല. അടി അടി. അയ്യോ ഇതല്ല സാറ്. സാറെന്തിനു സാറേ ഇത് മൂടിക്കൊണ്ട് ഇതിനകത്ത് വന്ന് കയറിയത്? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യണതാ? വണ്ടി സ്റ്റാർട്ട് ചെയ്യണല്ല. പിന്നെ വേണ്ട, കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സ്പോർട്സ് സാധനങ്ങൾ തുടച്ചു വെക്കാൻ വേണ്ടി ഇതിനകത്ത് വന്ന് അപ്പൊ ലൂണ്ട അവിടെ തൂങ്ങിക്കിടക്കണ കടന്നക്കൂട് കണ്ട. ഓ കണ്ടു. അതിൽ നിന്ന് കടന്തൽ ഇറങ്ങി വന്ന കൊത്തി. സാറിന് എന്താണ് സാറേ ഈ അവധി സമയത്തൊക്കെ ഒന്ന് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കണത്? അതെന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത. അപ്പൊ ഈ കടന്നൽ കൊത്തിയതാ? അതതിന്റെ ആത്മാർത്ഥത. ടീച്ചറെ, കടന്നൽ കൊത്തിയെന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ മുഖത്തൊരൊറ്റ പാടില്ല, ചുമ്മാ. നേരെ ഒരു മുഖത്ത് നീര് പോലും ഇല്ല. അത് വരൂല. എനിക്കറിയാം കടന്തല് പല്ലി കൊട്ടിയാല് നമ്മൾ അപ്പൊ ചത്തു. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റും വെച്ചോണ്ടാണ് വന്നത്. അത് നന്നായി. ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നോണ്ട് മുഖത്ത് ഒരു കൊട്ടും കിട്ടിയില്ല. അതെ, മുഖത്തൊരു കൊട്ട് കിട്ടിയില്ല. പക്ഷെ അവരെന്റെ മൂലമറ്റം കൊത്തിച്ചന്ന പിന്നെ വാക്കി കളഞ്ഞേ. അയ്യോ, ഇത് കടന്നൽ കൊത്തിയതാണ്. ഞാൻ വിചാരിച്ച ഷോർട്ട് പുട്ട് എടുത്ത് ഒളിച്ചു വെച്ചിരിക്കണെന്ന്. സാറ് നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കല്ലേ? ഞാനൊരു കാര്യം പറയാം. ഇവിടെ കടം തരാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ച തന്ന 500 രൂപ പോലും സാറ് തിരിച്ചു തന്നിട്ട് അതുകൊണ്ട് കടം തരാൻ പറ്റത്തില്ല. അതല്ലെന്ന്. പിന്നെ ഇവിടെ കടന്തല് കൂടെ ഒന്ന് ഇളക്കി മാറ്റണമെന്ന്. ഈ കടന്തല് കൂടെ ഇറക്കി മാറ്റിയില്ലെങ്കിൽ സത്യമായിട്ട് ഒരാഴ്ച ഞാൻ ഇവിടുന്ന് ലീവ് എടുത്ത് പോവും. അയ്യോ പോണ്ട, ധൈര്യമായിട്ട് ഇവിടെ ഇന്നോ. ഒരാഴ്ചത്തേക്കുള്ള കടന്തലിന്റെ ടാർഗറ്റ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യില്ല. സാറേ ഇവിടെ ബഹളം വെച്ച് നിൽക്കുവാണോ? ഇതാണോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം? ടീച്ചറെ, എന്റെ സാറ് ഓരോ സർക്കാർ സ്കൂളിൽ പോയെന്ന് നോക്ക്. ഹൈ പ്രൊഫൈലാ. കണ്ടിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാർ ഹോട്ടൽ മാറി നിൽക്കും. അത് ശരിയാ. പേരൻസ് ഒക്കെ ഇപ്പൊ എല്ലാ കുട്ടികളെ അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ഇങ്ങനാണ് നമ്മുടെ സ്കൂൾ അടച്ചു പൂട്ടേണ്ടി വരും. നിങ്ങളുടെ രണ്ടുപേരുടെ ജോലി പോകും. അതുകൊണ്ട് എനിക്ക് കുട്ടികൾ വേണം. നിങ്ങൾ രണ്ടുപേരും അതിന് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചേ പറ്റൂ. ടീച്ചറെ, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ? എന്റെ സാറ് കുട്ടികളെ ക്യാൻവാസ് ചെയ്യണോന്ന്. പ്രവേശനോത്സവത്തിന്റെ മീറ്റ് കഴിഞ്ഞാൽ കുട്ടികളെ ക്യാൻവാസ് ചെയ്താൽ പറ്റൂ. ഓക്കെ, ക്യാൻവാസ് ചെയ്യണമെന്ന്. കുട്ടികളെ പിടുത്തം തട്ടിക്കൊണ്ടുവരക്കാം. അതല്ലെന്ന്. രണ്ടും ഒന്നി എന്നെ വാ. നമുക്ക് അവിടെ പോയി കാര്യങ്ങൾ നോക്കാം. കൊണ്ടുപോവാ. ഹലോ, ആടി ഞാൻ സ്കൂളിലാ. ഇന്നാണ് പ്രവേശനോത്സവത്തിന്റെ PTA മീറ്റിംഗ്. ഇത്തവണത്തെ PTA പ്രസിഡന്റ് ഞാൻ തന്നെ മോളെ. ആര്? അഭിഷേകിന്റെ അമ്മയാ? അയ്യടാ, അവളിങ്ങോട്ട് വരട്ടെ. അവളെ കഴിഞ്ഞ കൊല്ലം ഇവിടെ കിടന്നിട്ട് കുറെ ഷോ കാണിച്ച ഡാൻസിനും പാട്ടിനും ഒക്കെ മുമ്പന്തിയിലായിരുന്നു. ഇപ്രാവശ്യം അത് നടക്കൂല. ഞാൻ അവളെ ഈ സ്കൂളിന്റെ 7 അയലത്ത് അടുപ്പിക്കൂല. ഞാനുണ്ടടി, ഞാനും പുഷുണ്ട്. ആടാ, ഓക്കെ ഓക്കെ ഓക്കെടാ, ബൈ. അയ്യോ, ഇതെന്തീ കിടന്ന് കാണിക്കണത്? നീ ഒരു കാര്യം ചെയ്തു വെച്ച് ഇതിനകത്തോട്ട് കയറ്റിട്ടൊന്ന് ചൊറി, നല്ല സുഖം. ഇതെന്താണിത്? വടിയാ? ഇത് പറ്റില്ല. ഇത് ഞാൻ ഇത് പറഞ്ഞതല്ലേ, ഈ കോട്ടും പാറ്റൊന്നും വേണ്ട, മര്യാദക്ക് മുണ്ട് ഷർട്ടും മതിയെന്ന്. എന്റെ പുഷ്പൻ ചേട്ടാ, നിങ്ങളെ തന്നെ വിളിച്ചത്. ഞാൻ പുഷ്പാങ്കദനല്ലേ? അതെ, പക്ഷെ ഇവിടെ നിങ്ങൾ പുഷും ഞാൻ സുഷുവാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇതെന്ത് സാധനം? പണക്കാരൊക്കെ വായിക്കാത്ത വെക്കണ സാധനമാണ്. ദൈവമേ, ഏതെങ്കിലും ടീച്ചർമാര് കണ്ട നിങ്ങൾ സ്കൂളിൽ കിടന്ന് ലഹരി ഉപയോഗിച്ചെന്നാണ് ഇപ്പൊ പോലീസിൽ പിടിച്ചേൽപ്പിക്കും. ലഹരി എന്നാര് പറഞ്ഞു? പിന്നെ ഇത് പോണ വഴിക്ക് പലവ്യഞ്ജനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് ഇതുകൊണ്ട് ഞാൻ ചുരുട്ടി വെച്ചതേ ഉള്ളൂ. എന്റെ പുഷ്പൻ ചേട്ടാ, നമ്മുടെ മക്കള് പഠിക്കണ ഭയങ്കര ടോപ്പ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഇംഗ്ലീഷിൽ യാന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. യ, 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 യ. അങ്ങനെയല്ല. യാ യാ യാ. യാ, യാ, യാ. ഓ,
വോ 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 ആ ഓക്കെ ഗുഡ് മോർണിംഗ് അങ്ങോട്ട് മാറി എനിക്കൊരു പട്ടി കടി കൂടെ കൊള്ളാനുള്ള ത്രാണിയില്ല ടീച്ചറെ. ഈ പേ പിടിച്ചതിനൊക്കെ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, അല്ല സ്കൂളിലോട്ടല്ല കൊണ്ടുവരേണ്ടത്. സോറി മാം, പുഷ് ഒരു ഫോറിനറുമായിട്ട് ബിസിനസ് ഡീൽ സംസാരിച്ചപ്പോ അറിയാതെ സോറി മാം. എന്നിട്ട് എന്തൊരു അന്തസ്സാ, സ്കൂളിൽ വന്ന് കേറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മാനേഴ്സ് കീപ്പ് ചെയ്യാൻ പഠിക്ക്. താഴെ ഇറങ്ങ്. ഒന്ന് പിടിച്ചോടോ. അപ്പോ പ്രവേശനോത്സവത്തിന്റെ മീറ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാരും വന്ന സ്ഥിതിക്ക് മാഡം തുടങ്ങിയാലോ? മീറ്റിംഗ് തുടങ്ങാം. മീറ്റിംഗ് തുടങ്ങാം. മീറ്റിംഗ് തുടങ്ങാൻ വരട്ടെ. അയ്യോ, അഭിഷേകിന്റെ അമ്മ വരുന്നു. പുതിയ PTA പ്രസിഡന്റിനെ തീരുമാനിച്ചോ? ആ തീരുമാനിച്ചു. ഇത്തവണത്തെ PTA പ്രസിഡന്റ് ഞാനാ. ആഹാ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പൊ TC വേണം. എന്റെ മോനെ ഞാൻ CBSE ചേർക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോനെ KPSC ചേർക്കും. എടോ, താൻ തന്റെ കൊച്ചിനെ എവിടെയെങ്കിലും ചേർക്കണോ? ഒന്നും മിണ്ടാണ്ടിരിക്കണോ? ഒരുമാതിരി എന്റെ അടുത്ത് സംസാരിക്കരുത്. എന്റെ ഭാര്യ എന്നെ വീട്ടിൽ വലിച്ചെതയ്ക്കും, മീൻ വെട്ടിക്കും, മിറ്റം തൂക്കിപ്പിക്കും. പക്ഷെ കണ്ട പെണ്ണുങ്ങൾ എന്റെ തലയിൽ കയറാൻ വന്ന എന്റെ സ്വഭാവം മാറും. എനിക്ക് എന്റെ മോന്റെ TC ഇപ്പൊ വേണം. ഇപ്പൊ എന്തിനാ അഭിഷേകിന്റെ TC? എന്തിനാന്നോ? എന്നെ PTA പ്രസിഡന്റ് ആക്കാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാ എന്റെ മോനെ ഈ സ്കൂളിൽ പഠിപ്പിക്കണം? ആ, അത് മാത്രമല്ല, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഞാൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ആ വലിയ കടന്നൽ കൂടെ ഒന്ന് നീക്കം ചെയ്യാൻ. അതിന്റെ പേരിലല്ലേ ഇപ്പൊ എന്നെ മാറ്റുന്നേ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അതുകൊണ്ടാ പറഞ്ഞത് എന്റെ മോന്റെ TC എനിക്ക് ഇപ്പൊ വേണം. TC തരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ഇത്രയും ബ്രൈറ്റ് ആയ ഒരു സ്റ്റുഡന്റിനെ എന്തിന്റെ പേരിൽ TC കൊടുത്തു വിട്ടു എന്ന് മാനേജ്മെന്റ് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? അത് ശരിയാണ്. എക്സലന്റ് ബോയ്. കഴിഞ്ഞ ആനുവൽ പരീക്ഷയ്ക്ക് അവന് 10 വിഷയത്തിലും 10 A പോസിറ്റീവാ. A പോസിറ്റീവോ? ഇങ്ങനെ അധിക ചിഹ്നം ഇടണ്ട ഒരു എന്റെ സാറേ, അത് A+. ഓരോരോ സ്കൂളില് ഓരോരോ രീതികൾ. That's all. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് TC വേണം, TC വേണം, TC വേണം. ആ, എന്നാ പിന്നെ കൊടുത്തേക്കാം അല്ലേ സാറേ? പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ സാറേ. നമ്മുടെ ഈ പ്രവേശനോത്സവത്തിന് ഈ ഗസ്റ്റ് വരുമ്പോൾ ഗസ്റ്റിന്റെ മുന്നിൽ വെൽക്കം ഡാൻസ് കളിക്കുന്നത് അഭിഷേകിന്റെ അമ്മയായിരിക്കണം എന്ന നിർബന്ധം കൊണ്ട് ഞാൻ ആ പേരെഴുതി വെച്ചു. ആരോട് ചോദിച്ചിട്ട് പേരെഴുതി? എന്റെ പേര് എഴുതണമെങ്കിൽ എന്നോടെങ്കിലും ചോദിക്കണം. എനിക്ക് കളിക്കാൻ പറ്റുമൊന്നുമില്ല ഡാൻസ്, ഞാൻ കളിക്കുകയില്ല. അയ്യോ, ഇപ്പൊ നിവിൻ പോളി വരുമ്പോ എന്തൊരു പറയും? അയ്യോ, നിവിൻ പോളി അല്ല, ദുൽഖർ സൽമാൻ. ആ, പറയണക്ക് മാറ്റിയല്ലേ. ദുൽഖർ സൽമാൻ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ അതിന്റെ മുമ്പ് ഡാൻസ് ഇല്ലെങ്കിൽ പുള്ളി നിന്ന് ചമ്മും. ചമ്മു ഉറപ്പായിട്ടും ചമ്മു. ഇനിയിപ്പോ ആര് ഇതുപോലെ ഡാൻസ് കളിക്കുന്ന വേറെ ആരുണ്ട്? ദുൽഖർ സൽമാൻ വരുമോ? എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞൂടെ ടീച്ചറെ? പറയണമെന്ന് ഓർത്തായിരുന്നു, പക്ഷെ വിട്ടുപോയി. ഇനിയിപ്പോ ഞാൻ കാരണം ദുൽഖർ സൽമാൻ ചമ്മണ്ട. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഈ ഞാൻ തന്നെ അങ്ങ് കളിച്ചേക്കാം. അപ്പൊ TCയാ? ആര് ചോദിച്ചു TC? അപ്പൊ വേണ്ടേ? ഓ വേണ്ട, വേണ്ടേ വേണ്ട. അത് മാത്രമല്ല, കുഞ്ഞമ്മേന്റെ മക്കളെയും ചിറ്റപ്പന്റെ മക്കളെയും അമ്മായിയുടെ മക്കളെയും എല്ലാവരെയും ഞാൻ ഈ സ്കൂളിൽ തന്നെ അങ്ങ് ചേർക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ടീച്ചറെ. എങ്ങനെ ഇരിക്കണം? നന്നായിരിക്കണു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, PTA പരിപാടിക്ക് ദുൽഖർ സൽമാൻ വരുമ്പോ ഞാനാണ് ഡാൻസ് കളിക്കുന്നത്. ദുൽഖർ സൽമാൻ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പെട്ടിൽ എന്റെ ഭാര്യ നൃത്യങ്ങൾ അവതരിപ്പിക്കും. അയ്യോടാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. പള്ളി ചെന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിൽ ആര് ഡാൻസ് കളിക്കും? അതുകൊണ്ട് ആവർത്തനം പറയുന്നത്. മാനേജര് വരുന്നു. അങ്ങേരാണെങ്കിൽ ഭയങ്കര ദേശക്കാരനാ. ഇവിടെ ഈ ബംഗ്ലാകാരൻ കൊണ്ടാവണ്ടല്ലോ, അങ്ങനെ എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും. എടാ ഉണ്ടച്ചക്കെ, മാനേജർ ആര് വന്നാലും ശരി, ദുൽഖർ വരുമ്പോ എന്റെ ഭാര്യ നൃത്തങ്ങൾ അവതരിപ്പിക്കും. മാനേജർ എന്ന് പറഞ്ഞ ഈ സ്കൂളിന്റെ ഓണർ, അയാൾക്ക് ഭയങ്കര അധികാരമാണ്. അയാൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കുട്ടിയെ ഇവിടുന്ന് പുറത്താക്കാം. അതുകൊണ്ട് മിണ്ടാതിരി.
എടാ എന്തൊരു ബഹളം ഇത്? ഞാനങ്ങ് ചായപ്പിരുന്നപ്പോ കേട്ടല്ലേ ബഹളം? ഓഫീസിരുന്നപ്പോ കേട്ടെന്ന്. നിങ്ങളാണ് അവിടുത്തെ കണ്ട്രാക്ക്. നിനക്ക് എന്തൊരു പൊടിയാ കുരു, നീ ചുമ്മാ ഇരിടെ അവിടെ. ഞാനിവിടെ വന്ന് നിങ്ങളെ ബഹളം കേടക്കാനും കാണാനൊന്നും അല്ല. നമ്മളിവിടെ വരുന്ന പിള്ളേരിഞ്ഞോട്ട് വരുമ്പോ ഈ പിള്ളേർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. അതിന്റെ മീറ്റിംഗും കൂടാണ് ഞാൻ വന്നത്. അപ്പൊ എല്ലാവരും മീറ്റിംഗിന് നമ്മൾ എല്ലാവരും ഇരുന്ന് കാര്യങ്ങൾ അതിന്റെ ഉഷാറായിട്ട് ചെയ്യണം. അപ്പൊ ഓ എനിക്കിരിക്കാൻ കസേരയില്ല. ഒരു കാര്യം ചെയ്യ്, തറയിലിരി ലെവലായിക്കോളും. അപ്പൊ നമുക്ക് ഈ പിള്ളേർക്ക് സന്തോഷം വരാൻ വേണ്ടി നമുക്ക് എന്തൊരു ചെയ്യാം? അതെ അതെ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് സാറേ നമുക്ക് അറിയേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പ്ലാസ്റ്റിക് ഡോൾ വെക്കാം. പ്ലാസ്റ്റിക് ഡോളോ? അതെന്തോ? എല്ലാരും കൂടെ നിരന്ന് നിന്നിട്ട് നമ്മള് താനം തൂക്കിയിട്ടെ ആദ്യം അത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഒരു ഓളമായിരിക്കും. അത് ഓക്കെയാണ്. ഈ പിള്ളേരെല്ലാം കൂടെ സന്തോഷത്തിൽ ഓളത്തിൽ കളിച്ചോണ്ടിരിക്കുമ്പം നമ്മള് സാറുമാരെല്ലാം കൂടെ സൈഡിലോട്ട് മാറി നിന്നിട്ട് ആനമയിലോട്ടങ്ങ് മാറി വെച്ചാൽ എവിടെ വേണമെങ്കിലും വെക്കാൻ ഡയമണ്ട് കാലി വെയ് രാജാ വെയ് 10 രൂപ കളങ്കാലി വെയ്. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ ഇത് കൂടാതെ നമുക്ക് വേറെ എന്ത് ചെയ്യാന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. ഈ നാസിക് ഡോൾ ഓക്കെയാണ് സാർ, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സാധനം വേണം. ട്യൂഷ ഉണ്ടല്ലോ, സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് വേറെ ട്യൂഷ ഉണ്ട്. അതല്ലെന്ന് പൂച്ചൻ ഈ ഓടക്കൂടിൽ വായിച്ചിട്ട് കൂടെ ചെണ്ടോട്ടുന്ന സാധനമില്ലേ ട്യൂഷൻ, ഇത് തന്നെ അത് വെക്കാം. അത് കൊള്ളാം, അത് നല്ലതാ. പിള്ളേരൊക്കെ ഒന്ന് ഇളവും, ഒരു നിറമായിരിക്കണം. അത് മാത്രം പോരാ, പുള്ളരിഞ്ഞാട്ടി കയറി വരുമ്പോ ഉണ്ടല്ലേ ദാണ്ട നമ്മൾ ഈ പല 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 കൊടികൾ കെട്ടിയിട്ട് ഇങ്ങനെ സംഭവം കിടക്കണം, കാറ്റത്ത് കിടന്ന് ആടുന്ന കാണാൻ ഭയങ്കര രസമായിരിക്കും. എന്റെ സാറേ ഇത് പാർട്ടി ഓഫീസ് അല്ല കൊടി തൂക്കാനായിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഈ പല 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 കൊടികൾ നിറച്ച് നല്ല കളർഫുൾ ആക്കണം. സാർ എന്തോ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് കളർ തുണികൾ വെച്ച് കളർഫുൾ ആക്കണം. കളർഫുള്ള് സാർ ഈ കളർഫുൾ കൊണ്ട് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ ഇതിപ്പം കളർഫുൾ എന്ന് പറയുമ്പോ ഒരു പിന്നെ ഇതിപ്പോ ഒരു പറഞ്ഞുതരാം, ഇതുപോലെ ഇരിക്കണം. ഒത്തിരി കാര്യം പിടികിട്ടി. ഇവിടുത്തെ മാനേജരാണ് എന്ന് പറഞ്ഞിട്ട് കളർഫുൾ കാണിക്കുന്നതിന് എന്ത് പറയുന്നത്? അപ്പൊ അത് ഓക്കെ, അപ്പൊ നമ്മൾ കളർഫുൾ ആക്കിയിരിക്കും. അപ്പൊ അത് കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദുൽഖർ സൽമാൻ വരുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ എന്റെ ഭാര്യ നൃത്തങ്ങൾ അവതരിപ്പിക്കും. അതെ, അയ്യടാ അങ്ങോട്ട് നീങ്ങി നിക്ക്. ദുൽഖർ സൽമാൻ വരുമ്പോ ഞാൻ തന്നെ ഡാൻസ് കളിക്കും, അതിനൊരു മാറ്റൂല. അതങ്ങോട്ട് പള്ളി പോയി പറഞ്ഞാൽ ഞാനാ കളിക്കുന്ന. ഒരു പള്ളിക്കൂടാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്, പറഞ്ഞ കേട്ടോ. സാറേ ദുൽഖർ സൽമാൻ വരുമ്പോ ഞാൻ തന്നെ ഡാൻസ് കളിക്കും. അതിനാര് പറഞ്ഞു ദുൽഖർ സൽമാൻ വരുന്നെന്ന്? നേരത്തെ അവര് ടീച്ചർ പറഞ്ഞില്ല. ദുൽഖർ സൽമാൻ വരുമ്പോ പൈസ ആര് കൊടുക്കും? അങ്ങനെ ആഗ്രഹിക്കണേന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ സാർ. സാറേ അപ്പൊ ദുൽഖർ സൽമാൻ വരൂലേ? നിനക്കെന്തോന്ന് പ്രാന്ത് വെച്ചാ നീ ഇവിടെ ആരും വരുന്നൊന്നും ഇല്ലെന്ന്. ജയിച്ചൂലേ? അങ്ങനെയല്ലേ പാടുള്ളൂ. 10 വർഷം എന്റെ ഉള്ളിലിട്ടോട് നടന്ന ഡാൻസാ നിങ്ങളുടെ ഈ ദുൽഖർ സൽമാൻ കാരണം ഞാൻ പുറത്തെടുത്തത്. അനുഭവിപ്പിക്കും എല്ലാത്തിനും ഞാൻ അനുഭവിക്കും, പ്രത്യേകിച്ച് നിങ്ങളെ. അത് കഴിഞ്ഞിട്ട് തന്നെ തന്നെ ഞാൻ അനുഭവിപ്പിക്കും. കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ മഹാ ചെറ്റ വന്നിരിക്കുന്നു. നേരം കൊണ്ട് ഇത് ഇവിടെ അല്ല കെട്ടേണ്ടത്. ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ സൂപ്പർ, വെറും സൂപ്പർ അല്ല, സൂപ്പർമാൻ. വിഷയം മാറ്റാൻ നോക്കണ്ട, എന്റെ കാര്യം പറ. അല്ലെങ്കിൽ കുത്തോന്ന് പറഞ്ഞ കുത്തി പൊളർത്തും. പിന്നെ ഈ പള്ളിക്കൂടത്തിന്റെ മുതലാളിയായി എന്നെ കുത്താൻ ചൂടേക്ക് കുത്തടി വെച്ചാ നീ. ഞാനല്ല കുത്തുന്നേ, എനിക്ക് വേണ്ടി നിങ്ങളെയൊക്കെ കുത്താനേ ഒരു 10,000 പേര് വേറെ ഉണ്ട്. എന്നാ പിന്നെ വെളിയടിയതിന്റെ 10,000 കാണ് കറക്കുന്നു. തരാം. ഓ അയ്യോ
അയ്യോ സാറിനെ കുത്തായി. എന്റെ നോട്ടം കണ്ടിട്ട് ആരെയായിരിക്കും എന്റെ ടാർഗറ്റ്? പകർ ചേട്ടാ എന്ത് തോന്നി? അല്ല ഇന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അല്ലേ? ഞാനല്ലെന്ന് ഉറപ്പല്ലേ? പിന്നെ അപ്പൊ ആരെയായിരിക്കും? പച്ച മനുഷ്യരെ, പച്ചയായ. നമ്മള് പച്ചക്ക് കത്തിക്കുന്നു, അതാണോ ഉദ്ദേശിക്കുന്നത്? സാധാരണ നമ്മള് നിർത്തി അൽഫാം ആക്കാറാണ് ചെയ്യാറുള്ളത്. ഞങ്ങളുടെ അൽഫാം അറിയോ സെക്ഷൻ? അവിടെ അല്ലേ? അല്ല, ഇവിടെ മൊത്തം ഉണ്ട്. അൽഫാം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കൂ, ആ തീപ്പൊരി ഇട്ട് കൊടുക്കും. ഇതാണ് കണ്ടോ, ഞങ്ങൾ ഇരുത്തിയായിരിക്കും ഇത്തവണ ഞങ്ങൾ കത്തിക്കാൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഹവായിയാണ് ഉദ്ദേശം. നോക്കട്ടെ, ശവായി ആവോ ശവാവോ എന്താവോ എന്നുള്ളത്. വിധിച്ചേട്ടാ, എങ്ങനെ പോകുന്നു കുടുംബജീവിതം? നന്നായി പോകുന്നു. നിങ്ങളുടെ പ്രണയ നിങ്ങളായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കി. അല്ല, എനിക്ക് കുറച്ച് നോർമൽ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. എങ്കിലും ചില ആൾക്കാരുണ്ടാവുമല്ലോ ഒന്നും കൂടെ അറിയാൻ, ആണോ അയ്യോ എന്നൊക്കെ ഉള്ള ഡൗട്ട്ഫുൾ കാര്യങ്ങൾ. പ്രണയ വിവാഹമായിരുന്നോ? അല്ല, പ്രണയവിവാഹമല്ല, അറേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. അറേഞ്ച്ഡ്. നമ്മള് അതായത് ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷമാണ് ദീപ്തി കോളേജിലോട്ട് വന്നത്. പിന്നെ നമ്മളൊരു പ്രോജക്റ്റിൽ വെച്ച് കണ്ടു, വീട്ടില് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏത് പ്രോജക്റ്റ്? പണ്ടൊരു ആൽബം അങ്ങനെ വരട്ടെ. കണ്ടിട്ട് പിന്നെ വീട്ടില് പറഞ്ഞപ്പോ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി പറഞ്ഞു, ദീപ്തി പറഞ്ഞു. ആണോ ഇല്ലടോ, പോയി എന്റെ അച്ഛൻ്റെ അടുത്ത് പറയടോ എന്ന് പറഞ്ഞു. ആണ്. പക്ഷെ എനിക്ക് നിങ്ങൾ ഭയങ്കര സ്വീറ്റ് കപ്പിൾ ആണല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ല. എപ്പോഴെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ? ഭാര്യയുടെ ഇല്ല ഇല്ലാന്ന് തോന്നുന്നു. പക്രചാരൻ എപ്പോഴെങ്കിലും ഭാര്യ അടിച്ചിട്ടുണ്ടോ? ഇല്ല നീ കിട്ടിയിട്ടില്ല. കള്ളം പറയല്ലേ? എടാ ഇല്ലെന്നേ. ഞങ്ങക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. എന്നെ ചേച്ചി എന്നാ അങ്ങോട്ട് നോക്കുന്നത്? നീ ഇവള് വല്ലവിടെ ഉണ്ടോ? തൂങ്ങിയൊക്കെ ഇറങ്ങി വരൂ. ആദ്യം കൊടുത്തൊരു ഹിന്റ് ഉണ്ടല്ലോ, അൽഫാമിന്റെ കാര്യം പറഞ്ഞു. അതെ, അതും ഇതൂടൊക്കെ കണക്ട് ചെയ്ത് ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആക്കിയിരിക്കുക. അങ്ങനെ വിഷമിപ്പിക്കാതെ കാര്യം പറയണം. എന്താ അങ്ങനെ പറയാൻ? വലിയ സ്ക്രീനിൽ നഗ്നമായ സത്യം വരാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാറാം. എനിക്ക് തെല്ല് കിട്ടിയാണോ? നോക്കട്ടെ എന്നാന്ന് ആദ്യം. വീഡിയോ വോൾ, ആ സത്യം തുറന്ന് പറയൂ. ഓർക്കടാ, നിന്നെ കൊണ്ടെല്ലാം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചോദ്യം ചോദിക്കുമ്പോ നിന്നെ മോങ്ങുന്നോടാ. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എനിക്ക് എല്ലാം അറിയണം. പറയേ. പോയിട്ട് ഏത് പാട്ട് പാടി? ഏതൊക്കെ പാട്ട് പാടി? എത്ര പാട്ട് പാടി? ഇത്ര നാച്ചുറൽ ആയിട്ട് ഇവർക്ക് ഇത് അഭിനയിക്കാൻ പറ്റുമെങ്കിൽ ഞാനിവിടെ എഴുതി വെക്കാം, മിക്കവാറും ഷോ കഴിഞ്ഞ് വരുമ്പോ ചേച്ചി എങ്ങനെയായിരിക്കും. എന്ത് ദുഷ്ടയല്ലേ എന്നെ അടി മാത്രല്ല കിഴക്കും കിട്ടിയിട്ടുണ്ട്. അതെ, മിക്കവാറും ഷോയ്ക്ക് കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ ചോദ്യം ചെയ്യാറുള്ളത്? ചേട്ടാ എത്ര പാട്ട് പാടി? ഇത് വെറുതെ വീഡിയോ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. അത് പറഞ്ഞ ഒരിക്കലും ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കോ? പറഞ്ഞ എങ്ങോട്ടാ ഉണ്ട പോകുന്നത് എനിക്ക് മനസ്സിലായി. ശരി, എന്നാ ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് ഇട്ടേക്കുന്നു. ഓക്കെ, അതൊക്കെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. എപ്പോഴെങ്കിലും അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നോ വിധിച്ചേട്ടന്? അഭിനയിക്കാൻ താല്പര്യം എനിക്ക് ഇഷ്ടമാണ്. അതായത് ഞാൻ സ്കൂളിൽ ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മോണോ ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ പാൻഡമിക്കിന് ശേഷം വന്നപ്പോഴാണ് ഒരുപാട് സമയം രണ്ടുപേർക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ചുമ്മാ വെറുതെ കുഞ്ഞു കുഞ്ഞു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി നമ്മൾ വീഡിയോസ് എടുത്തു തുടങ്ങി. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പിന്നെ ഇപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും വീഡിയോസ് ചെറുതായിട്ടൊക്കെ. സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഒരു പാടാൻ? ഞാനിപ്പോ ഡെബ്യൂ ഇപ്പൊ ഇറങ്ങാൻ പോകുന്നു ചേട്ടാ. അത് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. ഈ ആദ്യമായിട്ടാണോ പറയുന്നത്? അതെ 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 അതെ. അടിപൊളി. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ നിന്നും വിധിച്ചേട്ടൻ പറയാണ് ഏത് പടം, ആരുടെ പടം, എപ്പോ ഇറങ്ങും, എങ്ങനെ, എന്താണ് വേഷം? അത് വിനീതിന്റെ അടുത്ത് വരാൻ പോകുന്ന പടമാണ്. വിനീത് ശ്രീനിവാസന്റെ ക്യാമിയോ റോളാണ്. അതെനിക്ക് വലിയൊരു സന്തോഷം തോന്നിയത് വിനീത് തന്നെയാണ് സജസ്റ്റ് ചെയ്ത് എന്റെ പേര്. ഒരു ജാതി ജാതകം വരാൻ പോകുന്ന അതാണ്. അതിലാണ് ഫസ്റ്റ് ഡെബ്യൂ. ബാക്കി കാര്യങ്ങൾ പറയണ്ട. ഇനി ബാക്കി നമുക്ക് വരുമ്പോ സിനിമയിൽ വരുമ്പോൾ കാണാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇവരുടെ വെബ് സീരീസ് കാണുന്നവർക്കറിയാം ഇവരുടെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കിടിലം ഫ്ലാറ്റ് ആട്ടോ. അപ്പൊ ആ ഫ്ലാറ്റിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു ഓരോ മുക്കും മൂലയും എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് അറിയാം.
ബട്ട് മൈ ക്വസ്റ്റ്യൻ ഇസ് എപ്പോഴെങ്കിലും ദീപ്തി ചേച്ചി അറിയാണ്ട് ആ ഫ്ലാറ്റിൽ എന്തെങ്കിലും കുർത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ചില സമയങ്ങളിൽ നിങ്ങൾ മറ്റേ സ്ഥിരം ഫോണിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങുമായിട്ടുള്ള എന്തെങ്കിലും ആണോ? അതെ 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 ചില സമയങ്ങളിൽ അങ്ങനെ ചില ഒപ്പിക്കലുകൾ വേണ്ടി വരുമല്ലോ അല്ലേ? ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് എന്നാ പറയാവോ? ഫ്ലാറ്റില് പോടോ ആരെങ്കിലും പറയൂ. ഏതെങ്കിലും ഒരു മൈന്യൂട്ട് പിന്നെ എപ്പോഴും ചേച്ചി പൊക്കിയിട്ടുള്ള കാര്യമായിരിക്കും. എന്ന് നിങ്ങൾ ഇവിടെ തൂക്കിക്കും. എന്നാലും ഞാൻ പറയും എന്റെ വായിന്ന് വരുമെന്ന് എന്നാ എനിക്ക് ഇവിടെ വെളിപ്പെടുത്തണം. വീണ്ടും പറയട്ടെ അൽഫാമാക്കാൻ എന്തെങ്കിലും ആവട്ടെ എന്തായാലും പുഴുങ്ങി. എന്താണ് ആ വിഷയം കൂടെ നമുക്ക് നോക്കാം. കിളിയേ മാനസക്കിളിയേ വെറുതെ നിന്നു പിണങ്ങാതെ. വിധിച്ചേട്ടാ സൂപ്പർ ആട്ടോ. ആ താങ്ക് യു. വേറെ എന്തെങ്കിലും പാട്ട് കേൾക്കണോ? എനി സജഷൻസ്? അയ്യോ ചേട്ടാ പാട്ടല്ല, ചേട്ടന്റെ തഗ് സൂപ്പറാന്നാ പറഞ്ഞേ. താങ്ക് യു. കുഴപ്പമുള്ള കാര്യമില്ല. അതെല്ലാരും ചെയ്യുന്നതല്ലേ അല്ലേ? ഒരു കുട്ടി ആവശ്യപ്പെട്ടപ്പോ അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ദീപ്തി ചേച്ചിയുടെ വോയിസ് അല്ലത്. ദീപ്തി ശബ്ദം മാറ്റി പറഞ്ഞാ മോളിന്ന്. അയ്യോ ഞാനതൊക്കെ വിശ്വസിച്ചു. റിക്വസ്റ്റ് ചെയ്യാറുണ്ടോ അവിടെ ഫ്ലാറ്റിലുള്ള ഇൻമേറ്റ്സ് ഒക്കെ എപ്പോഴെങ്കിലും? ഐ മീൻ വേറെ ഗസ്റ്റുകളൊക്കെ വരുമ്പോ ഒരു പക്ഷേ ചിലവര് ഇങ്ങനെ ഒരു രണ്ടുപേര് പാടുവോ? അതല്ല എല്ലാ പാട്ടുകാരനോടും കാണുമ്പോ ചോദിക്കുന്നവരല്ലേ രണ്ടുപേരും ഒന്ന് പാടി. അയ്യോ പ്ലീസ് എന്നൊക്കെ അങ്ങനെ പാടുന്ന സൂപ്പർ. ഇതൊക്കെ വളരെ വീണ് കിട്ടുന്ന അവസരങ്ങളിലെ പാടാറുള്ളൂ നമ്മൾ. ഇതുപോലെ റിയൽ ലൈഫിൽ വീണ് കിട്ടിയിട്ടുണ്ടോ വിധുചേട്ടാ? ഇല്ല, അതും കിട്ടിയിട്ടില്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പാവം വിധുചേട്ടൻ ഇതൊക്കെ വെറുതെ നമ്മുടെ വെബ് സീരീസിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒന്നും ഒരു അനുഭവം പോലും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യനാണ്. ഇങ്ങനെയൊന്നും കണ്ട് നിങ്ങൾ എന്നെ അളക്കല്ലേ പ്ലീസ്. ഞാൻ ഇങ്ങനൊന്നും അല്ല. അത് ആ വീഡിയോ CCTV ഫുട്ടേജ് ഒന്നും ഇല്ലല്ലോ അല്ലേ? അത് പറഞ്ഞപ്പോഴാണേ CCTVയുടെ ഫൂട്ടേജ് ഏതോർണം വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ഇവര് പറയുന്നുണ്ടായിരുന്നു. അത് വേണ്ടെന്ന് വെക്കാം അല്ലേ? വേണ്ടെന്ന് വെക്കാം. വേറെ കണ്ടന്റ് കയറാനുണ്ട്. എന്നാ കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെക്കാം. അത് പിന്നെ ഒരു എപ്പിസോഡിൽ സർപ്രൈസ് ആയിട്ട് കൊന്നിട്ട് ഓടി. ഇല്ല ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ വിജയേട്ടന്റെ വലിയൊരു ഫാനാണ് ബക്കർ ചേട്ടൻ. ഞാൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കാണാം. ഇതിൽ കൂടുതൽ ഇനി എന്താ ചെയ്യേണ്ടത്? പഴയതെല്ലാം തപ്പിയെടുത്ത് ഇത്ര ആക്കിയില്ലേ? ബക്കർ ചേട്ടൻ കോമഡി മാസ്റ്റേഴ്സിന്റെ കൂടെ വിധിച്ചേട്ടന്റെ കൂടെയാണോ? വിധിച്ചേട്ടന്റെ കൂടെ. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ എനിക്ക് ബക്കർ ചേട്ടന്റെ ഒരു വീഡിയോ കാണിക്കാനുണ്ട്. ഞെട്ടിയോ? ഇല്ല, എനിക്ക് ഒരു വീഡിയോ ഉണ്ടാവില്ല. ഉറപ്പാണോ? എന്നാ ഗൈസ് ഒരു വീഡിയോ ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഇപ്പൊ കാണിക്കുന്നില്ല. കാരണം ഇപ്പൊ ഓൾറെഡി നമുക്ക് വിധിച്ചേട്ടനാണല്ലോ നമ്മളിങ്ങനെ അൽഫാമാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് ഷവർമ പോലെ നിന്ന് നിർത്തി കറക്കാനുള്ള പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ വിളിക്കാം. അയ്യോ മക്കളെ മനസ്സിലായോ നിനക്ക്? സൗദി ആന്റി അല്ല സൗദാമിനി. എത്ര നാളായെന്നറിയാമോ പിള്ളയെ കണ്ടിട്ട്? അല്ല എന്റെ പിന്നെ ഞാൻ താമസിക്കുന്ന വീടിന്റെ അവിടുന്ന് ഇച്ചിരി ഉണ്ട്. ആന്റിന്റെ വീട് കുറച്ച് അവിടെയാണ്. ഓ എവള് ചെറുതായിരുന്നപ്പോ മൊത്തം എന്റെ വീട്ടിലല്ലേ? എന്റെ മോന്റെ പിള്ളേര് രണ്ടുപേരുണ്ട്. അവരെ പ്രായമാണ് ഇവള്. അപ്പൊ അവിടെ നിന്നെ കളിച്ചതും മാങ്ങയൊക്കെ ഭയങ്കര തീറ്റയായിരുന്നു. മാങ്ങയൊക്കെ പൊട്ടിച്ച് തിന്നണതേ. വേണ്ട ചക്ക മക്ക കൊണ്ടുവന്നത് ഇതോ? ഓ ഷൂട്ട് വെയിറ്റ് ഉണ്ടല്ലോ. ഇവിടെ വെച്ചിരിക്കാം. സുഖമായിട്ടിരിക്കുന്നോ? ഓ സുഖമായിട്ടിരിക്കുന്നു. ശരി, നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ വന്ന് കാണാം. അല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതിനാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ ആന്റി ഇങ്ങനെയാണ്, ഒരുപാട് വർത്താനം പറയുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയണം, ഞാൻ പറയട്ട്. എന്റെ പിള്ളയെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടല്ല. എനിക്ക് അന്നേ അറിയായിരുന്നു കേട്ടാ, പിള്ള ഭയങ്കര കലാകാരിയായിട്ട് വരുമല്ലോ. അന്നുണ്ടല്ല ഇവള് വള 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 വാ തുറന്ന അടയ്ക്കൂല. അങ്ങ് പറഞ്ഞോണ്ടിരിക്കും, നമ്മളൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. വലിയൊരു വർത്താനം പറയുമ്പോ അതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു ഓട്ടം ഉണ്ട്. കുണു ഒന്നും നിർത്തൂല. അപ്പൊ ഇവളെ അച്ഛൻ എന്തറിയാന്നറിയാമോ? ഒരു വടി എടുത്തോണ്ട് വരി, എടി ക്യാരിപ്പോടി എന്നും പറഞ്ഞു. ഉടനെ ഈ വടിയും പിടിച്ചു വാങ്ങിച്ചിട്ട് ഹലോ അച്ഛ, അമ്മ എന്നാ കല്യാണം കഴിച്ചത്? ഞാൻ എപ്പോഴച്ഛ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കുറെ ചോദ്യവും ബഹളമാണ്. അന്ന് ഞാൻ ഇവളെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ, പിള്ളേ എഞ്ചിനീയറിംഗൊന്നും ഡോക്ടറെന്നും പറഞ്ഞൊന്നും വിടരുത്. പിള്ളേക്ക് നല്ല ഭാവിയുണ്ട്, കലാകാരിയാണ്, അവളെ കലാകാരി ആക്കണമെന്ന്. അതുപോലെ തന്നെ എന്തിനായിരുന്നാലും എപ്പോ എന്റെ തങ്കക്കുണം കേട്ടാ, എനിക്ക് സന്തോഷായി കേട്ടാ. നീ ഇപ്പോഴും അളിയാന്നൊക്കെ വിളിക്കൂ? എന്റെ അച്ഛനെയും വിളിക്കും, അപ്പൂപ്പനെയും വിളിക്കും, മാമ
മാമനെയും വിളിക്കും, എല്ലാരെയും അളിയാന്ന് തന്നെ വിളിക്കുന്നത്. നിങ്ങളെയൊക്കെ വിളിക്കൂ അളിയാന്ന്? എന്നെ വിളിക്കാറുണ്ട് ഇടയ്ക്ക്. അളിയാന്ന് വിളിച്ച അപ്പൊ തന്നെ വിളിയേക്കണം, ഇല്ലെങ്കിൽ അടുത്ത അവള് വിളിക്കണത് വേട്ടാവളിയാന്നായിരുന്നു. അതുകൊണ്ട് അപ്പൊ തന്നെ വിളിയേട്ടോളണം. മക്കളെ ഞാൻ എന്തിനറിയാമോ ഇപ്പൊ വന്ന എന്തെന്നറിയാമോ? പ്രതാപോത്തന്റെ മോനെ കാണാനാണ് ഞാൻ. പ്രതാപോത്തിന്റെ മോനെ? പ്രതാപോത്തിന്റെ മോനെ? പ്രതാപോത്തന്റെ മോനെ? അയ്യോ അല്ല, അത് പ്രതാപോത്തിന്റെ മോനൊന്നുമല്ല, അത് വിധുചേട്ടൻ, വിധു പ്രതാപ്. പ്രതാപോത്തനല്ലേ അച്ഛൻ? അല്ല. അയ്യോ ഞാൻ പറഞ്ഞ വഴിയിൽ എല്ലാരോടും പറഞ്ഞേട്ടാ പ്രതാപോത്തന്റെ മോനെ കാണാൻ പോണെന്ന്. അപ്പൊ അവർക്കൊക്കെ അറിയായിരിക്കും. പിന്നെ വിധുചേട്ടനെ അറിയാം. ഞാൻ തെറ്റി പറഞ്ഞതെന്ന് ക്ഷമിക്കുമായിരിക്കും എന്റെ അടുത്ത്. കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല തന്നെയല്ലേ മക്കളെ. ഞാൻ ഒരു കാര്യം പറയട്ടാക്കളെ, മക്കളെ ഒരു പാട്ട് പാടൂലേ? ഓ, ഏത് പാട്ട് വേണം? വിധുചേട്ടന്റെ പാട്ട് കേൾക്കണോ? പിള്ളേരെ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ടും കേട്ട് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം പാട്ട് കേൾപ്പിക്കാം. വിചാരം ഒരു മിനിറ്റ് ഒന്ന് അമ്മച്ചിക്ക് ഏത് പാട്ട് വേണം? മക്കളെ മറ്റേ സുഖിപ്പിക്കണ ഒരു പാട്ട് പാടുവോ? അതേതമ്മച്ചി? മറ്റേ നിലാവിന് സുഖമാണോ എന്നൊക്കെ ചോദിക്കണം. സുഖമാണി നിലാവാ. പാട്ടൊന്ന് പാടിത്തരൂ മക്കളെ. അമ്മച്ചി ഭയങ്കര കലാകാരിയാണ്. നമ്മളെയൊക്കെ കാലത്ത് ആര് മക്കളെ നമ്മളെ ഡാൻസിനും പാട്ടിനും ഒക്കെ കൊണ്ടു നടക്കണം. പക്ഷെ അങ്ങനെയല്ലല്ല, അച്ഛനും അമ്മയൊക്കെ പിള്ളേരെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടു നടക്കും. നമ്മളെ കാലത്ത് അങ്ങനെ ഒന്നും. അമ്മച്ചിക്കാണെങ്കിലേ ഡാൻസ് ഒക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് കളിച്ച ഓടി ഓട്ടോ. അയ്യോ എനിക്ക് അമ്മച്ചി പിന്നെ ഇപ്പൊ മറ്റേ നമ്മൾ ഫോണിൽ കാണുമല്ല ഒരു പാട്ട്, ഇല്ലൂമിനാട്ടി ഇല്ലൂമിനാട്ടി എന്നൊക്കെ അതൊക്കെ കളിക്കും ഞാൻ വീട്ടില്. പിള്ളേരാണ് എനിക്കറിയാം. ആ പാട്ട് പാടിത്തരുവോടാ? സുഖമാണി നിലാവാണ്. സുഖമാണ്. സുഖമാണി നിലാവ് എന്തു സുഖമാണി കാറ്റ് അരികിൽ നീ വരുമ്പോ എന്തു രസമാണീ സന്ധ്യ പൂഞ്ചിറകിൽ പറന്നുയരാ കുളിരലയിൽ നനഞ്ഞലിയ അഴകേ നല്ല രസമുണ്ട് മക്കളെ. ഞാൻ ഈ പാട്ട് പാടിത്തരാൻ പറഞ്ഞ എന്തെന്നറിയാമോ? എന്റെ ഭർത്താവില്ലേ മക്കൾക്ക് അറിഞ്ഞൂടെ? മാമൻ അങ്കിളുടെ ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്നു ഈ പാട്ട് കേട്ടോ. ഇപ്പം മറ്റേ ടാപ്പ് റെക്കോർഡർ ഉണ്ടല്ലോ, കാസറ്റിൽ പിടിച്ചു വെച്ചിരിക്കും കേട്ടോ. എന്നിട്ട് രാത്രിയാവുമ്പോ എന്നെ വന്ന് വിളിക്കും, ഈ സൗദാമിനി എണീറ്റ് വാടി എന്ന് പറയും. എന്നിട്ട് ആ ടാപ്പ് റെക്കോർഡറും കൊണ്ട് ഞാനും അങ്ങേരും കൂടി നമ്മൾ അവിടെ മറ്റേ മരിച്ചിനോളെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ വീട്ടിന്റെ അപ്പുറത്ത്, ആ മരിച്ചിനോളക്കകത്ത് പോവും. പതിയെ അങ്ങ് നടന്നു പോകും. മക്കളൊക്കെ കിടന്ന് ഉറങ്ങണ്. അപ്പൊ അവിടെ ഒരു പണ ഉണ്ടല്ലോ മക്കളെ, പണ. ആ പണയിലിരിക്കും കേട്ട, കാലൊക്കെ നീട്ടിട്ട്. എന്നിട്ട് ഈ പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കും നമ്മള്. നേരം അങ്ങനെ കേട്ടിരിക്കും. എന്നും പോവും. ഒരു ദിവസം ഈ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോ ഉണ്ടല്ലോ, അങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ കാണിച്ചു മക്കളെ. ഇങ്ങനെ കാണിച്ചു. ഈ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോഴാ പാമ്പ് കടിച്ച് അറ്റാക്ക് വന്നു മക്കളെ. പാമ്പ് കടിച്ചിട്ട് ഞാൻ അതറിഞ്ഞില്ല. നിന്റെ പാട്ട് കേട്ട് ഞാൻ പോയതാണ് എന്റെ അണ്ണൻ മരിച്ചത്. അയ്യോ മക്കളെ വിഷമിക്കാൻ പറഞ്ഞല്ല, മക്കള് തെറ്റൊന്നും ചെയ്തില്ല. എന്നാൽ ഇവന്റെ പാട്ടും കേട്ടോണ്ടാണ് എന്റെ അണ്ണൻ മരിച്ചത്. അങ്ങനെയല്ല, മക്കളെ വിഷമിക്കാൻ പറഞ്ഞതല്ല. എന്നാലും എനിക്ക് എപ്പോഴും അത് കേൾക്കുമ്പോ ഓർമ്മ വരും, ഇവൻ പാടിയ ആ പാട്ട് കാരണമല്ലേ എന്റെ അണ്ണൻ. അങ്ങനെയല്ല പറഞ്ഞത്, മക്കളെ പാട്ട് നല്ല പാട്ട്. അമ്മച്ചി പറഞ്ഞു വരുമ്പോ അങ്ങനെ തോന്നുന്നു. അയ്യോ ഇല്ല ഇല്ല. അപ്പൊ എന്തെന്നറിയാമോ, എന്റെ അണ്ണന്റെ ആണ്ട് പറഞ്ഞത് 12-ാം തീയതിയാണ് കേട്ടാ. 12-ാം തീയതി എന്റെ. അപ്പൊ അന്ന് ചടങ്ങൊക്കെ വീട്ടിലുണ്ട്. അന്ന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ വെക്കണം. മക്കള് സമയം കിട്ടണമെങ്കിൽ ഇത്തിരി വന്നത്. എന്തായാലും വരണം. അമ്മച്ചി ഡേറ്റ് എന്താ അമ്മച്ചി? അത് 12-ാം തീയതി. 12-ാം ഞാൻ ഇല്ല അമ്മച്ചി. ഞാൻ വെളിയിൽ രാജ്യത്ത് പോവാ. മക്കൾ അങ്ങനെ പറയല്ലേ മക്കളെ. 12-ാം തീയതി എങ്ങനെയെങ്കിലും മക്കള് വന്ന് അത് തിന്നു. ആ ഡേറ്റ് ഞാൻ ഇല്ല അമ്മച്ചി. അയ്യോ അങ്ങനെ ഞാനേ മക്കൾക്ക് കൊറിയർ അയച്ചു തരട്ടാ. 2 ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കൂടെ അയച്ചു തരാം. അയ്യോ വേണ്ട അമ്മച്ചി, അതിന്റെ ആവശ്യമൊന്നും. അല്ല മക്കൾ അത് തിന്നണം മക്കളെ. മക്കള് തിന്നാലേ ശരിയാവും. അല്ല ചേച്ചി, ഈ വിധു പ്രതാപ് തന്നെ വന്ന് കഴിക്കണമെന്ന് എന്താ ഇങ്ങനെ നിർബന്ധം പറയുന്നേ? ഞങ്ങളാലും വന്നാ പോരെ? അയ്യോ മക്കള് കേട്ടിട്ടില്ലേ പണ്ടുള്ള ആൾക്കാര് പറയണത്? എന്ത്? കൊന്താപ്പാവൻ തിന്നാ തീരുമെന്ന്. അതുകൊണ്ട് മക്കള് എന്നെ തിന്നണം. ഞാൻ അയച്ചു തരും.
ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ സഹായിക്കാം. അമ്മച്ചി പോട്ടാ. പോവാണോ? പോണ് പോണ്. അല്ല ഒരു കാര്യം ചെയ്യാം, ഇത്ര ഞാൻ വരാം. പോണ്ട, ഇപ്പൊ ഞാൻ വരാം. ഞാൻ ടാറ്റ പറഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കാണാൻ സാധിച്ചത്. ശരി, പോട്ടാ അമ്മച്ചി, വെളിയിൽ നിൽക്കാമേ. പോട്ടാ പോട്ടാ, ഞാൻ അവിടെ കൊണ്ടുവച്ചേ. ശരി ശരി. റൂം ഒന്ന് കാണിച്ചു കൊടുക്കണ ആരെങ്കിലും? എന്റെ റൂം പോട്ടാ അങ്ങോട്ട്. ശരി കേട്ടോ. സുഖമണി നിലാവ് പാടി ഒരുപാട് പേര് പ്രേമിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരാള് തട്ടിപ്പോന്നു. അയ്യോ.